DX ഒരു 3 പേരെ പറ്റി ഒറ്റ വാക്ക് പറയാൻ പറഞ്ഞ എന്ത് പറയും? ഓരോരുത്തരായിട്ട്. ഷെയ്ൻ ഇസ് വെരി ജെന്യൂൻ. ഷെയ്ൻ ചെറിയൊരു കുറച്ചൊക്കെ ഇൻഹിബിഷൻസ് ഒക്കെ ഉള്ള ഒരാളാണ്. നമുക്ക് പെട്ടെന്ന് പോയി ഒന്ന് ഹിറ്റ് ചെയ്യാനോ സംസാരിക്കാനോ ഒന്നും പറ്റില്ല ഷെയ്ൻ്റെ അടുത്ത്. ആള് കുറച്ചൊരു കുറച്ച് കംഫർട്ട് സോണിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ നമ്മളിപ്പോ സംസാരിച്ച് ഒന്ന് ജെല്ലായി വന്നാലേ ആള് ഫ്രീ ആവുള്ളൂ. അപ്പൊ നിങ്ങളായിരുന്നു പേര്. അപ്പൊ നിങ്ങൾ എങ്ങനെയാ ഐസ് ബ്രേക്ക് ചെയ്തത്? ഐസ് ബ്രേക്ക് ചെയ്യുന്നത് ഞങ്ങളുടെ ഫസ്റ്റ് സീൻ ടുഗെദർ വാസ് ദറ്റ് ക്യാൻറ്റീനിൽ ഞങ്ങൾ സംസാരിക്കുന്ന ഇമോഷൻ, നിങ്ങൾ അന്വേഷിച്ചു വന്ന ആൾ എന്റെ കെട്ടിയവനാണെന്ന് ഞാൻ പറയുന്നുണ്ടല്ലോ, അതാണ് ഞങ്ങളുടെ ഫസ്റ്റ് സീൻ ടുഗെദർ. അത് തന്നെ എനിക്ക് ഭയങ്കര ഇന്റൻസ്, കാരണം ഷെയ്നെ പറ്റി എല്ലാവർക്കും അറിയാം, ഭയങ്കര നാച്ചുറലായി റിയലിസ്റ്റിക് ആയി അഭിനയിക്കുന്ന ഒരു ആക്ടർ. അപ്പൊ അതിന്റെ പേടി എനിക്ക് ഉണ്ടായിരുന്നു. കാരണം തമിഴിലൊക്കെ നമ്മൾ കുറച്ചൊന്ന് എക്സാജറേറ്റ് ചെയ്ത് കുറച്ചൊരു പൊടി മസാലയൊക്കെ ഇട്ടിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ചെയ്യുമ്പോൾ അതിന്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഐ എം നോട്ട് യൂസ് ടു ദിസ് കൈൻഡ് ഓഫ് അങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം ആദ്യം ഭയങ്കര ടെൻഷനായിരുന്നു. അതുകൊണ്ട് ആദ്യത്തെ ദിവസം ഞാൻ അങ്ങോട്ട് കയറി സംസാരിക്കാനോ ഹിറ്റ് ചെയ്യാനോ ഒന്നും ഞാൻ പോയില്ല, കാരണം ഞാൻ ഭയങ്കര ടെൻഷനിലായിരുന്നു. പിന്നെയാണ് ഞങ്ങൾ കുറച്ചൊന്ന് സംസാരിച്ച് തുടങ്ങിയത്. അപ്പൊ സംസാരിച്ച് തുടങ്ങിയപ്പോ എനിക്ക് മനസ്സിലായത് എന്താ വെച്ചാൽ ആള് കംഫർട്ട് സോണിൽ നിൽക്കുന്ന ഒരാളാണ്. അത്ര പെട്ടെന്ന് ആ കംഫർട്ട് സോണിൽ ആള് പുറത്ത് വരില്ല. നമ്മൾ നല്ലോണം സംസാരിച്ചു കഴിഞ്ഞാൽ മാത്രമേ പുള്ളി അത് പുറത്തൊന്ന് എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങുള്ളൂ. അപ്പൊ അത് കുറച്ചൊന്ന് ജെല്ലായി എടുക്കാൻ കുറച്ച് സമയം എടുത്തു ഷെയ്ന്റെ കേസിൽ. ബട്ട് അറ്റ് ദ സെയിം ടൈം വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ പ്രശ്നം ഉണ്ടാവില്ല, കാരണം ഗിവ് ആൻഡ് ടേക്ക് എന്നുള്ള രീതിയിലാണ് പുള്ളിയുടെ വർക്കിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്. നന്നായി നമുക്ക് ഇങ്ങോട്ടായാലും നല്ലോണം കോപ്പറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ആക്ടറാണ്. അപ്പൊ അതുകൊണ്ട് വർക്ക് ചെയ്യുമ്പോൾ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ബട്ട് അതർവൈസ് കുറച്ച് സമയം എടുത്തു അങ്ങോട്ടൊന്ന് പോവാൻ. ആൻഡ് ദെൻ പെപ്പെ എന്ന് പറഞ്ഞാ ലൈക് ബഡി, കാരണം പെപ്പേനെ എല്ലാവർക്കും അറിയാം, ഭയങ്കര കുറച്ചൊക്കെ എന്നെ പോലെ. ഞാൻ ഓപ്പണായി സംസാരിക്കുന്ന ആളാണ്, ഞാൻ പെട്ടെന്ന് ആൾക്കാർ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആവുന്ന ആളാണ്. പെപ്പെ അതുപോലെ തന്നെ പെട്ടെന്ന് സംസാരിക്കും, മനസ്സിലൊന്നും വെക്കാതെ എല്ലാം ഓപ്പൺ ആയി പറഞ്ഞു. നമുക്ക് എപ്പോ വേണമെങ്കിലും എപ്പോ പോയിരുന്നാലും നോൺ സ്റ്റോപ്പ് ആയി സംസാരിക്കാം പെപ്പയുടെ അടുത്ത്. അപ്പൊ ഞാൻ കുറച്ചുകൂടെ ഒന്ന് അധികം സംസാരിച്ചത് എനിക്ക് തോന്നുന്നു സെറ്റിൽ പെപ്പയുടെ അടുത്തായിരിക്കും. സോ ഈസ് ലൈക്ക് ബഡി. പിന്നെ നീരജിന്റെ കൂടെ എനിക്ക് കോമ്പിനേഷൻസ് വളരെ കുറവാണ് സിനിമയിൽ. എനിക്ക് തോന്നുന്നു ഞങ്ങള് സോങ് റിഹേഴ്സലിന്റെ സമയത്ത് മാത്രമേ അധികം ഇന്ററാക്ട് ചെയ്തിട്ടുള്ളൂ, പിന്നെ പ്രൊമോഷന്റെ സമയത്തും. അല്ലാതെ സിനിമയിൽ ഞങ്ങൾക്ക് അങ്ങനെ സീൻസ് ആയിട്ടൊന്നും ഇല്ല. അപ്പം നീരജിന്റെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആളുടെ സ്വാഗ് എനിക്ക് ഭയങ്കര ഇഷ്ടം. വെരി ആ സ്വാഗ് ഒരു സ്റ്റൈലാണ്. ദ വേ ഹി ക്യാരീസ് ഹിംസെൽഫ് സിനിമയിലായാലും യോ ആണ് അത്, സിനിമയിലായാലും അങ്ങനെ തന്നെ കാണാം നമുക്ക് ആ ഒരു സ്വാഗ് ആൻഡ് സ്റ്റൈൽ. RDX ഹൂ ഈസ് യുവർ ഫേവറേറ്റ്? റോബർട്ട് ഇസ് മൈ ഫേവറേറ്റ്. എനിക്ക് പിന്നെ റോബർട്ട് ആയിരിക്കുമല്ലോ. ആക്ച്വലി നമ്മൾ മലയാളികള് ഒരു ഹീറോയിൻ ക്യാരക്ടർ മിനിയെ കാണുന്നത് അനിയത്തിപ്രാവിലെ മിനിയ. ആ മിനി കഴിഞ്ഞാല് ഈ മിനിയാണുള്ളത്. ഓക്കെ. സോ മഹിമയുടെ ഡെബ്യൂ ഫിലിം എന്ന് പറയുന്നത് നമ്മുടെ ദിലീപ് ഏട്ടന്റെ സിസ്റ്റർ ആയിട്ടാണ് വന്നത്. അന്നത്തെ എന്തെങ്കിലും ഓർമ്മകളുണ്ടോ? ശരിക്കും ആ സിനിമയിൽ ഒരുപാട് ആർട്ടിസ്റ്റ് അഭിനയിച്ച സിനിമ. എനിക്ക് ഒരു ഡയലോഗ് പോലും ഇല്ല സിനിമയുടെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ സിനിമ അഭിനയിച്ചു എന്ന് പറയാൻ പറ്റില്ല, ഞാൻ അവിടെ എവിടേക്കോ ഉണ്ട് ആ സിനിമയിൽ, അത്രേ. പക്ഷേ മെയിൻ ഹീറോയുടെ സിസ്റ്റർ. അതെ. എനിക്ക് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചാൽ ആദ്യത്തെ സിനിമയിൽ തന്നെ എനിക്ക് ഇത്രയും വരെ കാണാൻ പറ്റി.